കഴിക്കണോ അങ്ങോട്ട്? കൊടുക്കരുത്. കഴിക്കാൻ വേണ്ട. കഴിക്കണോ? പഴയ ടാബ്ലറ്റ്സാ. ഉണ്ടായിരുന്നു കഴിക്കണോ? എന്താടാ തുറക്ക്. ഡാ. മോർഡോ, അച്ഛന് മരുന്ന് ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞല്ലേ? അതിനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് വേഗം പോണം. എന്തുപറ്റി? ഇവന്റെ കവളിലൊരു പാട്. മുറിയിൽ വെച്ച് പോലീസിനെ വിളിക്കാൻ നോക്കി, അതിനൊരു ഗിഫ്റ്റ് കൊടുത്തതാ. എന്തിനാ ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ അടി മേടിക്കുന്നത്? അർച്ചനെ, ഞാനൊരു കോംപ്രമൈസ് പറയാം. ഇത് ലാസ്റ്റ് കോംപ്രമൈസ് ആയിരിക്കും. അണ്ണൻ പറയണ. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കാം. ക്ഷമയുടെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പിലാണ്. ഞാനൊന്ന് പറയട്ടെ തമ്പാനെ. ഒരു വാക്ക്, അർച്ചനയുടെ ഒരു വാക്ക് മാത്രം മതി. അനൂപ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പൊക്കോളാം. എനിക്കത് പറയാൻ മനസ്സില്ലെങ്കിലോ? അനൂപേണ്ണ എന്റെ സഹോദരനാ. അദ്ദേഹത്തെ കൊല്ലാൻ ഞാൻ കൂട്ടുനിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിന്റെ ആങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാരും കൂടി കൊലക്കെടുക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഇവള് പറയില്ല. തല്ലിക്കൊന്നാലും ഇവള് പറയില്ല. ഇനി ഞാൻ ക്ഷമിക്കില്ല. നിങ്ങൾക്കുള്ള സമയം അവസാനിച്ചു. ഇനി നീ പറഞ്ഞാലും മതി. പറടാ, അവനെ നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അർച്ചന പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമെന്ന് താൻ കരുതിയോ? ഒരിക്കലുമില്ല. അനൂപേട്ടൻ എന്റെ സഹോദരനാ. അനൂപേട്ടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. വാക്ക് പറഞ്ഞിട്ട് തെറ്റിക്കുന്നോടാ. അവനെ കൊണ്ടുതരാന്ന് ഏറ്റത് നീയല്ലേ? നീ തന്നെ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറടാ. സച്ചിയെങ്കിലും ഒന്ന് സത്യം പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ ഇയാള് നമ്മളെല്ലാരും കൊല്ലും. മോളെ, ഞാനൊരു വയസ്സനാ. മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഈ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അത് നീ മറക്കരുത്. നന്ദൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ അകത്ത് കിടക്കുന്നുണ്ട്. അനൂപ് എവിടെയാണെന്ന് നീ ഇവരോട് പറയണമെന്ന് ഞാൻ പറയില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അത് മോള് തീരുമാനിച്ചാ മതി. ഞങ്ങൾ കൂടെയുണ്ട്. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. അവൻ എവിടെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഈ ഭൂമിയിൽ ഇനി നിങ്ങളും ഈ വീടും ഒന്നും ഉണ്ടാവില്ല. കത്തിത്തീർന്ന ശവങ്ങളും ഈ വീടിന്റെ അസ്ഥികൂടവും മാത്രമേ കാണൂ. തമ്പാനെ, റെഡിയാണോ? നമ്മുടെ ആളുകളോടെല്ലാം പുറത്തിറങ്ങാൻ പറ. വേഗം അകത്തുള്ളവരെല്ലാം വിളിച്ച് വേഗം പുറത്തു പോകും. ശരിയാണോ? വാ വാ, ഇറങ്ങ ഇറങ്ങ, വേഗം വേഗം ഇറങ്ങി വാടാ അങ്ങോട്ട്. അരുത്, കൊല്ലരുത്. ഞങ്ങളെന്തിനാ കൊല്ലുന്നേ? ദേവി, ഇത് ഞങ്ങളെ കൊല്ലരുത്. അപേക്ഷയുടെ യാചനയുടെ സമയം കഴിഞ്ഞു. ഇനി കാണാൻ കളി. ഇപ്പൊ കത്തി തീരാൻ പോവല്ല. വേണ്ട വേണ്ട, പ്ലീസ്.
വേണ്ട. അണ്ണ ഇത് അവന്മാരാ. എടുക്ക്. ഹലോ, തമ്പാൻ സ്പീക്കിംഗ്. കിട്ടിയോ? എപ്പോ? ഒരുത്തനും കൂടെ ഉണ്ടല്ലേ? അണ്ണാ, അവന്മാരെ കിട്ടിയണ്ണ. അവൻ ഒളിപ്പിച്ച സ്ഥലം കിട്ടി. സച്ചേട്ടാ, നമ്മുടെ ആളുകൾ ഇപ്പൊ അവന്മാരെ പൊക്കും. ഇനി നിങ്ങൾ ആരും ഒന്നും പറയണമെന്നില്ല. എന്താ കിട്ടുന്നില്ലേ? ഇല്ല, ബെല്ലടിക്കുന്നുണ്ട്. താൻ ട്രൈ ചെയ്തോണ്ടിരിക്കെ കിട്ടും. ആ, ഹലോ. എത്രയും പെട്ടെന്ന് അനൂപെണ്ണെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടോ. ചെങ്കൽ മധുവും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ 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 ഹലോ. കട്ടായി. താൻ ഒന്നുകൂടെ ട്രൈ ചെയ്. റേഞ്ച് കട്ടായി. എന്തായാലും കാര്യം പറഞ്ഞല്ല. അത് കേട്ടോന്ന് ആർക്കറിയാം. ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ.